نورا يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا والكون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻസാനിലെ അവസാനത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 31-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും. ളാലിമീങ്ങളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച. വളരെ വിശാലമായ റഹ്മത്ത്. സ്വർഗത്തിൽ ഏറ്റവും അവസാനം കടക്കുന്ന ആളിന് പോലും ദുനിയാവും അതിലിരട്ടിയും കൊടുക്കുന്ന വിശാലമായ റഹ്മത്ത്. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൻ്റെ ഉന്നത ദർജകളിൽ ചേർത്തു തരണേ തമ്പുരാനെ, ആമീൻ. അപ്പോൾ ആ റഹ്മത്ത് ഇങ്ങനെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും പലതും റഹ്മത്താണ് എന്നത് തിരിച്ചറിയണമെന്നും കൂടുതൽ റഹ്മത്തിന് ചോദിക്കണമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആലോചിച്ചാൽ ഒരു എത്തും കൂടിയും കിട്ടൂല എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഖിളർ നബി അലൈഹി ഇസ്ലാമിൻ്റെയും കഥ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ആ കഥയിലൂടെ പ്രകടമാകുന്നത്. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിനത് തുടക്കത്തിൽ മനസ്സിലാണില്ല അത് റഹ്മത്താണെന്ന്, അല്ലേ? മൂസാ നബി അലൈഹി സ്വലാം ഓരോ പ്രാവശ്യവും ഖദർ നബി അലൈഹി സ്വലാം ഓരോന്ന് ചെയ്യുമ്പോഴും എന്തിനാ അത് ചെയ്തത്, നിങ്ങൾ ഒരാളെ കൊല്ലാണോ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഖദർ നബി അലൈഹി സ്വലാമിന്. പക്ഷേ അള്ളാഹു ആ ചെയ്തികളിലൂടെയൊക്കെ വലിയ റഹ്മത്ത് അപ്പുറം കണ്ടുവച്ചിരുന്നു. അത് നേരത്തെ കാണാനുള്ള തൗഫീഖ് മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായില്ല. പിന്നെ ഖദർ നബി അലൈഹി സ്വലാം ആ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്, അല്ലേ? അവസാനം ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇനി നമ്മൾ ഒന്നിച്ചു പോകാൻ പറ്റൂല, ഹാദാ ഫിറാഖു ബൈനി വ ബൈനക, നമുക്ക് ഇവിടെ പിരിയാം. ഇതുവരെ നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെ അർത്ഥം മൂസാ നബി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഒന്നാമത്തത് കപ്പൽ പൊളിച്ച സംഭവമാണ്. ഇവർ രണ്ടുപേരും ഒരു കപ്പൽ കയറി യാത്ര ചെയ്യുമ്പോൾ കുറേ എത്തിയപ്പോൾ ഖദർ നബി അലൈഹി സ്വലാം കപ്പലിനെ ഓട്ടയാക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയെടുക്കണം, നമ്മൾ സഞ്ചരിക്കണ കപ്പൽ നിങ്ങൾ ഓട്ടയാക്കേ, വെള്ളം കയറി എല്ലാവരും കൂടെ നശിച്ചു പോകില്ലേ. അപ്പോഴാണ് ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഇനി എന്നോടൊന്നും ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ കൂടിയത്, ഇനിയിപ്പോൾ ചോദിക്കണോ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, സോറി, ഇനി ഞാൻ ചോദിക്കില്ല. പിന്നെ രണ്ടാമത് ഖദർ നബി അലൈഹി സ്വലാം ചെയ്തത് ഒരു കുട്ടിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ചാൽ കൊന്നു. മൂസാ നബി അലൈഹി സ്വലാമിനാകെ ദേഷ്യം പിടിച്ചു, ഒരു കുട്ടിയെ കൊല്ല വെറുതെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ പോന്നാൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരവസരം കൂടി തരണം, ഇനി ഞാൻ ചോദിക്കില്ല, ഒരവസരം കൂടി. കുറേ പോയിട്ട് പിന്നെ എന്താ ചെയ്തത്, നല്ലൊരു പിന്നെ ഒരു നാട്ടിലെത്തി ഓരോട് ഭക്ഷണം ചോദിച്ചു, ഭക്ഷണം തന്നില്ല, ഓര് പിന്നെ ഭക്ഷണം കൊടുക്കാനൊന്നും തയ്യാറായില്ല. അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ മതിലിങ്ങനെ പൊളിഞ്ഞാടാനായി നിൽക്കുന്നുണ്ട്. ഖദർ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാം കൂടെ എന്തായി, ആ മതിലാണ് ശരിയാക്കി. പൊളിഞ്ഞാടാനായ മതിൽ ശരിക്കും എന്താണ് പറയുക, നല്ല ഉഷാറായി ബന്ധവസ്ഥയെ കെട്ടിക്കൊടുത്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ നമ്മുടെ ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത നാട്ടുകാരാണത്, എന്നാൽ പിന്നെ ഓരോക്കൊന്ന് കൂലി വാങ്ങിക്കാൻ ചെയ്തു കൊടുക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇനി നമ്മൾ മുന്നോട്ട് പോകില്ല, ഇനി നമുക്ക് പിരിയാം. ഇത്രയും നേരം നീ എന്നോടൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെയും സോറി പറഞ്ഞിട്ട് ഞാൻ കൂടെ കുട്ടിയെ തന്നെ ഹാദാ ഫിറാഖു ബൈനി വ ബൈനക, ഇനി നമുക്കൊന്ന് പിരിയാം, ഇനി ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നിട്ടാണ് പറഞ്ഞു കൊടുത്തു. ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു. റഹ്മത്തുള്ള അള്ളാഹിൻ്റെ റഹ്മത്ത് അവിടെ ശരിക്ക് പ്രകടമാകുന്നത് ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. ഒന്നാമത് കപ്പലിനെ ഓട്ടാക്കിയത്. ആ കപ്പൽ എത്തിച്ചേരുന്ന സ്ഥലത്ത് അക്രമിയായ ഒരാളുണ്ടായിരുന്നു, ഒരു രാജാവ്. ആ രാജാവിൻ്റെ പണി എന്താണെന്നറിയോ, നല്ല കപ്പലുകളൊക്കെ കണ്ട അദ്ദേഹം അത് ഞാൻ മൂപ്പരൻ പിടിച്ചെടുക്കും, പിന്നെ ഉടമസ്ഥന് കൊടുക്കൂല. അപ്പോൾ ഖദർ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു, ആ കപ്പലിൻ്റെ ആളുകൾക്ക് റഹ്മത്ത് ചെയ്തു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ വരികയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ കപ്പലിൻ്റെ ആളുകൾക്ക് ഒഴുകുകയാണ്. ആ കപ്പലിന് ചെറിയൊരു കേട് വരുത്തിയാൽ പിന്നെ ആ രാജാവ് എന്ത് ചെയ്യും, ആ കപ്പൽ എടുക്കൂല, അത് വിട്ടുകൊടുക്കും. പിന്നെയോ ആ കുട്ടിയെ കൊന്നതോ, ആ കുട്ടിയുടെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളെ ഈ കുട്ടി വഴിതെറ്റിക്കുമെന്ന് ഖദർ നബി അലൈഹി സ്വലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു വഴിതെറ്റിക്കൽ നടക്കണ്ട, അവൻ ഇപ്പോൾ തന്നെ കൊല്ലപ്പെടേണ്ട ആളാണ്. അങ്ങനെ വിചാരിച്ചെന്തായി, അവനെ
കൊല്ലുകയും ചെയ്തു. ആ മുഅ്മിനീങ്ങളായ വാപ്പാക്കുമാക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയതാണത്. പിന്നെയോ ആ ചുമര് ശരിയാക്കി കൊടുത്തതോ, അത് ആ ചുമരിൻ്റെ അടിയിൽ യതീമായ 2 മക്കൾ, സ്വാലിഹീങ്ങളായ വാപ്പയും വല്ലിപ്പയുമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട 2 യതീം മക്കളുടെ ധനം ആ മതിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ യതീം മക്കൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചൊരിഞ്ഞു കൊടുത്തതാണ്. അവരുടെ വാപ്പ വല്ലിപ്പമാർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചൊരിഞ്ഞു കൊടുത്തിട്ട് ആ മുതൽ മറ്റാരുടെയും കണ്ണിൽപ്പെട്ട് നശിച്ചു പോകാതെ ഇരിക്കാൻ, ഇവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ആ മുതൽ ലഭിക്കാൻ വേണ്ടി അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ആ മതിലങ്ങനെ പണിതത്. ഉണ്ടോ? 3 കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ പ്രകടമാവുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ചില സംഗതികൾ റഹ്മത്താണ് എന്ന് മനസ്സിലാവില്ല. പക്ഷേ അള്ളാഹുവിന് പലതിലും പല ഹിക്മത്തുകളും ഉണ്ടാവും. യുദ്ഖലു മൻ യശാഉ ഫി റഹ്മതിഹി. അങ്ങനെ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഇഷ്ടമുള്ള ആളുകളെ പ്രവേശിപ്പിക്കുകയും ഇഷ്ടമുള്ളവർക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. നമ്മളെയും അള്ളാഹു തആല കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ. ആമീൻ. ആ റഹ്മത്തിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്കൊരു എത്തുപിടിയും കിട്ടില്ല. അത്രത്തോളം വലിയ കാരുണ്യമാണ് അള്ളാഹു തആല നിലവിൽ തന്നെ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മളുടെ അത്രയും വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് റബ്ബിൻ്റെ കയ്യിലുണ്ട്. സൂറത്തുർ റഹ്മാൻ അല്ലേ, അർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന ഒരു സൂറ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. കാരുണ്യവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 57 തവണയാണ് ആ പദം പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത്. 57 തവണ. അതുപോലെ തന്നെ റഹീം എന്ന പദം 114 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അർ റഹ്മാൻ എന്നത് 57ഉം അർ റഹീം എന്നത് 114ഉം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റഹ്മാനും റഹീമും എന്നതൊക്കെ റഹ്മത്ത് എന്ന ആ പദത്തിൽ നിന്ന് പോകുന്നതാണല്ലോ. കരുണ, കാരുണ്യം എന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഹീം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ കരുണ ചെയ്യുന്ന തമ്പുരാൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാ സൃഷ്ടികൾക്കും പൊതുവേ ഉള്ളതുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഉള്ളതുണ്ട്. പല കാര്യങ്ങളിലും റഹ്മത്ത് അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. അതന്നെ എണ്ണിയ തീരൂല എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ ഉണ്ടായി എന്നത് തന്നെ. നമ്മളുണ്ടാക്കിയത് അള്ളാഹുവില്ല, നമ്മൾ സ്വന്തമല്ലല്ലോ. എന്നിട്ട് നമ്മളെ ഉണ്ടാക്കിയത്, നമ്മളെ വളർത്തി പരിപാലിച്ചു എന്നത് മറ്റൊരു വലിയ റഹ്മത്താണ്. ഇപ്പോഴും ആ പരിപാലനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വേറൊരു റഹ്മത്താണ്. മനുഷ്യൻ എന്ന ഈ സൃഷ്ടിയെ നമ്മളെ അല്ലാഹു തആല ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള മറ്റു ജന്തുജാലങ്ങളെക്കാളും ബഹുമാനിച്ചു ആദരിച്ചു എന്നത് വലിയ റഹ്മത്താണ്. തക്രീമുൽ ഇൻസാൻ. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യരെ നമ്മൾ ആദരിച്ചിരിക്കുന്നു അല്ലേ. ഫദ്ദൽനാഹും. ആയത്ത് സൂറത്തുൽ ഇസ്രായിൽ 70-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. നമ്മൾ സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ബനു ആദമിന്, മനുഷ്യർക്ക്. അങ്ങനെ നമ്മൾ അവരെ ആദരിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നോക്കി നമ്മൾ. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ഭൂമിയിലെ സർവ്വതും കീഴ്പ്പെടുത്തി തന്നു അല്ലേ. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ്. എനർജി നമുക്കാണ്. എല്ലാ റിസക്റ്റുകളും അല്ലാത്ത നമുക്ക് തന്നു. വെള്ളം തന്നു, വായു തന്നു, ഓക്സിജൻ തന്നു. സർവ്വ സ്വതന്ത്രമായി എല്ലാം അനുഭവിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് തന്നു. എല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വലിയ വലിയ ടെക്നോളജികൾ നമുക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി തന്നു. സുബ്ഹാനല്ലാഹ്. വലിയ നിഅമത്താണ്, അതൊക്കെ വലിയ അനുഗ്രഹങ്ങൾ, റഹ്മത്താണ്. അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു അല്ലാഹു തആല. അത് വലിയ റഹ്മത്താണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രകടമാകും ആ ഇൽമിൽ. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് കാതും കേൾവിയും മനസ്സിലാക്കാനുള്ള കഴിയുമൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങൾ നന്ദിയുള്ളവരാൻ വേണ്ടി. റഹ്മത്താണത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യരെ അല്ലാഹു തആല അവൻ്റെ പ്രതിനിധിയായ ഖലീഫയായ ഭൂമിയിലേക്ക് അയച്ച ശേഷം മനുഷ്യർക്ക് സന്മാർഗം കൊടുക്കാൻ നിരന്തരമായി പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അത് വലിയ റഹ്മത്താണ്. പറഞ്ഞു കൊടുക്കാൻ ഒരാളെ അയച്ചെന്നില്ല. ഇന്ന വഴി ഇന്നതാണ്, മറ്റേത് മോശമായ വഴിയാണ്, ഇതിലേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും നയിക്കാനും ആളുകളെ അല്ലാഹു തആല സമയാസമയങ്ങളിൽ അയച്ചുകൊണ്ടിരുന്നു. അത് വലിയ റഹ്മത്താണ്. പ്രവാചകന്മാരെ അയച്ചു. അല്ലെങ്കിൽ എന്താ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതാ ദീനുമായിട്ടാണ് ഞങ്ങളത് അയച്ചു, നിങ്ങളെ ജീവിക്കണം, തെറ്റ് ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല എന്നൊക്കെ പറഞ്ഞുകൂടെ. അല്ല, ഓരോ സമയവും തെറ്റ് ചെയ്യുന്നവരെ ഉണർത്താനും പിന്തിരിപ്പിക്കാനും പറ്റുന്ന അതിന് കഴിയുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചു തന്നു. വലിയ റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമുക്ക് ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് വലിയ കൂലികൾ തരുന്നു എന്നത്. ഭയങ്കര റഹ്മത്താണത്. ചെറുതായൊരു കൂലി, ചെറിയൊരു അമൽ ചെയ്താൽ മതി, ഭയങ്കര കൂലിയാണ്. ചെറിയൊരു നന്മ ചെയ്താൽ 10 മിനിമം തരുന്നു. ഇനി ഒരു തെറ്റ് ചെയ്താലോ, ഒരു തെറ്റിന് മാത്രം
ശിക്ഷ രേഖപ്പെടുത്തുന്നു, കുറ്റം രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അസ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. ഒരു നന്മക്ക് 10, ഒരു തെറ്റിന് അതേ കുറ്റത്തിൻ്റെ പ്രതിഫലം മാത്രം. വലിയ റഹ്മത്തല്ലേ അത്? അത് പിന്നെ ചെറിയ നന്മ ചെയ്താൽ ഭയങ്കര കൂലി തരില്ലേ? സുബ്ഹാനല്ലാഹ് അല്ലേ? എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഇത് വിശദമായി പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ് പറഞ്ഞാൽ, മനസ്സറിഞ്ഞാൽ പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടു എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു തോട്ടം ഇവന് വേണ്ടി ഉണ്ടായി എന്നാണ് അർത്ഥം. എന്തിപ്പോൾ നമ്മൾ ചെയ്തത്? ഇതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല. അല്ലാഹു തആല അവിടെ ഉണ്ടാക്കില്ലേ? നമുക്കൊരു ഈത്തപ്പന സ്വർഗത്തിലുണ്ടായില്ലേ? ഒരു തോട്ടം ഉണ്ടായില്ലേ? ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് വിശ്വാസമല്ലേ? ആണ്. അപ്പോൾ ചെറിയ നന്മ ചെയ്താൽ വലിയ പ്രതിഫലം അല്ലാഹു തആല തരുന്നു. അള്ളാഹു നമ്മളെ ഒരുപാട് നന്മകൾ നേടിയെടുക്കുന്നവരിൽ പെടുത്തട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അതെന്ന്, അതാണ് ഈ പറഞ്ഞു വരുന്നത്. സുബ്ഹാനല്ലാഹ്. അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാൽ, അറിഞ്ഞിട്ട് തന്നെ ചെയ്താലും മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി ക്ലിയറാക്കി തരും. സൂറത്തുൽ അൻആമിലെ 54-ാമത്തെ ആയത്ത്. كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. അല്ലാഹു തആല ഗഫൂർ റഹീമാണ്, പുറത്തുവരും. തൗബ ചെയ്താൽ പുറത്തുവരുന്ന റബ്ബ്. വേറെ ആരും മുമ്പിൽ നമ്മൾ തെറ്റുകൾ പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് തൗബ ചെയ്യുക. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണെങ്കിൽ അത് തീർത്ത് ഹഖ് വേടിയിട്ട് തൗബ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പുറത്തുവരും. അല്ലാഹു തആല പുറത്തുവരുന്ന മാത്രമല്ല, നമ്മൾ തൗബ ചെയ്താൽ ഭയങ്കര സന്തോഷമാണ് അള്ളാഹുവിന്. റഹ്മത്തൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ഇപ്പോൾ റഹ്മത്ത് വർണ്ണിക്കുക? യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതിഹി. അല്ലാഹു തആല റഹ്മത്തിൽ ഇനിയും നമ്മളെ ഏറ്റി ചേർത്ത് തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതേപോലെ ആകാശങ്ങളിൽ മലക്കുകളെ ഉണ്ടാക്കി വെച്ചു. മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, നിരന്തരം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതേസമയം ആ മലക്കുകൾക്ക് വേറെ ചില പണി കൂടിയുണ്ട്. അതും നമ്മൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ്. നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പൊറുക്കാൻ അള്ളാഹുവിൻ്റെ ശുപാർശ ചെയ്യുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. നമ്മളെ നരകത്തിലേക്ക് ഇടരുത് എന്ന് പറയുന്ന ആളുകൾ അവർ മലക്കുകളാണ്. അപ്പോൾ ആകാശത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പടപ്പുകളെ ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പടപ്പുകൾ അല്ലാഹു തആല നമുക്ക് വേണ്ടി പടച്ചു വെച്ചു മലായിക്കത്തിന്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഗാഫിറിലെ ആയത്തുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. 7 മുതലുള്ള ആയത്തുകൾ ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يحملون العرش ومن حوله ويسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവർ പറയും അത്ര, റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. അല്ലാഹുവേ, നീ വലിയ റഹ്മത്തിന്റെ ഉടമസ്ഥനാണല്ലോ, നീ ഒരുപാട് അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഫഗ്ഫിർ, നീ പൊറുക്കണേ. ലില്ലദീന താബു വത്തബഉ സബീലക, നീ തൗബ ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കണം റബ്ബേ എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. മലക്കുകളല്ല, അവർ തെറ്റ് ചെയ്യില്ലല്ലോ. മുഅ്മിനീങ്ങൾക്കാണ് അവർ ദുആ ചെയ്യുന്നത്. വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റിയ ആളുകൾക്ക് നീ പൊറുക്കണേ. വഖിഹിം അദാബൽ ജഹീം, നരകത്തെ അവർക്ക് നീ കാക്കണേ, നരകത്തെ നീ അവർക്ക് കാക്കണേ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്ൻ, പടച്ചവനെ നീ അവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തണേ. അവരെ മാത്രമല്ല, മിൻ സ്വലഹി മിൻ ആബാഇഹിം, അവരുടെ ബാപ്പമാരെ, വഅസ്വാജിഹിം, അവരുടെ ഭാര്യമാരെ, വദുർരിയാത്തിലുള്ള മക്കളെ. എന്നിട്ട് പിന്നെയും പറയണം വഖഹിമു സയ്യിആത്ത്, എല്ലാ തിന്മകളൊത്തും അവരെ നീ കാക്കണേ റബ്ബേ. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന്. അപ്പം നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ മലക്കുകളെ സംവിധാനിച്ച അല്ലാഹു തആല റഹ്മത്താണത്, നമ്മളോടുള്ള റഹ്മത്താണ്. അപ്പം എന്തൊരു പരിഗണനയാണ് നമുക്ക് അള്ളാഹുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊരു കെയറാണ് അല്ലാഹു തആല നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റഹ്മത്തുകൾ പറഞ്ഞാൽ തീരും. അത് വിശാലമായ അർത്ഥം, അത് പറഞ്ഞാൽ വിശദീകരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ തോറ്റുപോകും. കുറച്ചൊക്കെ പറയാൻ ഈ നമ്മൾ ചെയ്യുന്നതിനൊക്കെ അർത്ഥമുള്ളൂ. അല്ലാഹു തആല വിശാലമായ റഹ്മത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കട്ടെ. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ എണ്ണിക്കണക്കാക്കാനും കഴിയാത്ത അത്രയും റഹ്മത്തുണ്ട് എന്ന്. അപ്പോൾ അല്ലാഹു യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ റഹ്മത്തുകളാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരെ ചേർക്കാൻ പോകുന്നത്. ആ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. 100 റഹ്മത്തിനെ പഠിച്ചിട്ട് ഒരൊറ്റ റഹ്മത്ത് മാത്രമാണ് ദുനിയാവിലേക്ക് ഇറക്കിയത് എന്ന് നമ്മൾ മുമ്പൊരു സൂറ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു റഹ്മത്ത് ദുനിയാവിലേക്ക് ഇറക്കിയ ഒറ്റ റഹ്മത്ത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പരസ്പരം കാരുണ്യം ചെയ്യുന്നതും ബഹുമാനിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതുമൊക്കെ.
അപ്പോൾ 99 അവിടെ വെച്ചിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 99 ഇനി നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി പാത്തു വെച്ചതാണ് എന്നർത്ഥം. യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. അപ്പോൾ 99 അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ അള്ളാഹുവിന് നല്ല വിചാരം വിചാരിച്ച് അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതേസമയം അവൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയും ഉണ്ടാവണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. എല്ലാ രാത്രിയിലും അള്ളാഹു തആല അടുത്തിറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണം ഞാൻ തരാം. ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ തരാം. മൻ യദ്ഉനി ഫഅസ്തജീബു ലഹു. ആരാ എന്നോട് ചോദിക്കാനുള്ള ഞാൻ ഉത്തരം തരാം. മൻ യസ്അലുനി ഫഉതിഹു. എന്നോട് ആരാ ചോദിക്കാനുള്ള ഞാനത് കൊടുക്കാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. എന്നോട് ആരാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ഹദീസാണ്. രാത്രിയുടെ അവസാന ഭാഗമായാൽ അള്ളാഹു തആല അവസാനത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുമെന്നും. അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലേ, ഇങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്ന റബ്ബ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു വരണേ തമ്പുരാനെ. നിൻ്റെ ഫളിൽ മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ. ഞങ്ങളെ കയ്യിൽ ഒന്നും നിൻ്റെ അടുത്തേക്ക് വരാനോ തരാനോ ഇല്ല റഹ്മാനെ. അള്ളാഹു നീ ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ. ഇതൊക്കെ ഈ ക്ലാസ്സൊക്കെ നീ ഖബൂലാക്കണേ തമ്പുരാനെ. നിൻ്റെ റഹ്മത്തിൽ ഞങ്ങളെ ചേർത്ത് തരണേ തമ്പുരാനെ. യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതിഹി. അല്ലാഹുമ്മ അദ്ഖിൽനാ ഫി റഹ്മതിക. നിൻ്റെ റഹ്മത്തിൽ ഞങ്ങൾ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. വന്നുപോയ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കണം റബ്ബേ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.